ഇടുക്കി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇരുമ്പിൻ്റെ പഴയ ചീൻചട്ടികളും അതുപോലെ തന്നെ കടായികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വേഗത്തിൽ തുരുമ്പൊക്കെ എടുത്ത് ചീത്തയാകാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വേഗത്തിൽ വൃത്തിയാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ ആക്കുവാനും ആരും മറക്കല്ലേ. നല്ല എളുപ്പത്തിൽ പഴയ ഇരുമ്പ് പാത്രങ്ങൾ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കിയാലോ. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ, ഇതാണ് കേട്ടോ എൻ്റെ ഇരുമ്പിൻ്റെ പാത്രം. ഒരു പഴയ നമ്മളുടെ കടായിയാണ്. നല്ല പാത്രമാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തുരുമ്പൊക്കെ എടുത്ത് കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. കണ്ടോ, അതിന് തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ട്, പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുരുമ്പൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. ഞാൻ ആദ്യമേ തന്നെ അതിനകത്ത് കണ്ടത് അത് അഴുക്കും ഒക്കെ പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ കിച്ചൺ ടവൽ വെച്ചോ ഒക്കെ നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടി തേച്ചതിന് ശേഷം കണ്ടോ നല്ല അഴുക്കുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റി കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വർഷങ്ങളോളം ഒരേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടിരുന്നോളൂ കേട്ടോ ഇരുമ്പിൻ്റെ ചീൻചട്ടി. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും എടുത്തൊന്ന് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി വെച്ചാൽ മതി. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല പുതിയതുപോലെ തന്നെ ഇരുന്നോളും. ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു പാത്രമാണ് കേട്ടോ. കുറേ വർഷങ്ങൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള പാത്രങ്ങളാണ്. അപ്പം ഞാനിനി അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ പാത്രമൊക്കെ നന്നായിട്ടൊന്ന് അതിനകത്തെ പൊടിയൊക്കെ തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ നമ്മൾക്ക് വീട്ടിലുള്ള സോപ്പ് ഓയിൽ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പ്രില്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സോപ്പാണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. സോപ്പ് ഓയിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാത്രം. ആ സമയത്താണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ സോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലത്തെ കുറച്ച് വിനാഗിരിയും കൂടിയാണ്. സിന്തറ്റിക് വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സാദാ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കൊടുത്താൽ മതിയാകും. വിനാഗിരിയും ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. നമ്മളുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത പാത്രത്തിലെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാകും. ആ ചൂടോടുകൂടി ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ ഇരുമ്പൊക്കെ തുരുമ്പിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വേഗത്തിൽ ഇളകി വരാൻ വേണ്ടി നമുക്ക് സഹായകമാകും. അതുകൊണ്ടാണ് ഞാൻ ചൂടോടുകൂടി തന്നെ തേക്കാനായിട്ട് പറയുന്നത്. ചെറിയ ചൂട് മതി കേട്ടോ, കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അഴുക്കുകളും എന്തെങ്കിലും അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകും. ഇനി നമുക്ക് നല്ല സ്ക്രബ്ബർ വെച്ചോ അല്ലെങ്കിൽ ചകിരി വെച്ചോ ഒക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകിയെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഒരുമാതിരിയൊക്കെ പോയിട്ടുണ്ട്. ഇനി ആ തുരുമ്പിൻ്റെ അംശം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് വൃത്തിയാകും. അതിൻ്റെ ആ ഒരു തുരുമ്പൊന്നും ഒട്ടും നമ്മളുടെ ഭക്ഷണത്തിലൊന്നും വരത്തില്ല. അതുപോലെ നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്തു വെക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇരുമ്പ് പാത്രങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ വാഷ് ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടി നന്നായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നല്ല ചൂടാക്കി കഴുകുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നും കൂടി അതിൻ്റെ ആ തുരുമ്പൊക്കെ ഇളകി വരും. അപ്പം അങ്ങനെ കണ്ടോ, നന്നായിട്ട് ഇളകി വരും. തുരുമ്പൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കും ചെയ്യാനായിട്ട്, എന്നാലും നമ്മളുടെ പാത്രങ്ങളൊക്കെ നല്ല പുതിയതുപോലെ ആകും. കണ്ടോ, ഇതുപോലെ കുറച്ച് സമയം എടുത്ത് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ നമ്മളുടെ പാത്രമൊക്കെ ഞാനിവിടെ കഴുകി ഒരു ചകിരിയും കൊണ്ടും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളുടെ ഇതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. വേറെ എണ്ണകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ പാത്രം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ യൂസ് ചെയ്യുവാണെങ്കിൽ മറ്റുള്ള എണ്ണകളെക്കാളും കൂടുതലായിട്ട് നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് അതിന് ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. നല്ല യൂസാണ് നല്ലെണ്ണ. ഇതിനകത്ത് ഒഴിച്ച് ആ എണ്ണ കൊണ്ട് തടവി വെക്കുവാണെങ്കിൽ നന്നായിട്ട് കൂടുതൽ കാലം തുരുമ്പൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഈ നല്ലെണ്ണ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങളിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റായിട്ട് തോന്നിയത് നല്ലെണ്ണ തേച്ചപ്പോഴാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പാത്രം ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ബ്രഷ് വെച്ച് കണ്ടോ നന്നായിട്ട് എല്ലായിടത്തേക്കും ആ എണ്ണയൊന്ന് പറ്റിച്ചു കൊടുക്കണം. കണ്ടോ, ഇപ്പം തന്നെ നമ്മളുടെ പാത്രത്തിന് യഥാർത്ഥ ആ ഇരുമ്പിൻ്റെ പാത്രത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ഭക്ഷണം പാകം ചെയ്തതിന് ശേഷവും ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നല്ലെണ്ണ പുരട്ടിയതിന് ശേഷം മാത്രം മാറ്റി വെക്കുക. അല്ലാതെ നിങ്ങൾ പാത്രം മാറ്റി വെക്കരുത്. എണ്ണ തടവാതെ വെച്ചാലാണ് അതിൽ തുരുമ്പെടുക്കാനുള്ള ചാൻസ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാ പാത്രങ്ങളും ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മളുടെ പാത്രം ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എണ്ണയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള നല്ല ഇരുമ്പിൻ്റെ പാത്രം തന്നെയായിട്ട് നമുക്കത് കിട്ടും. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് കടലയും കൂടെ വറുക്കുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കടല വറുത്തെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇരുമ്പ് പാത്രത്തിലൊരു സാധനം ഉണ്ടാക്കുവാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടലയാണ് കേട്ടോ. അത് നല്ല സൂപ്പറായിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. ഞാനത് വറുത്ത് കാണിച്ചു തരാം. അപ്പോൾ ആ തുരുമ്പിൻ്റെ അംശം ഒന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് വറുത്ത് കിട്ടുന്നുണ്ട്. കടല നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. ചൂടായതിന് ശേഷം മാത്രമാണ് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക അതിനകത്തേക്ക്. അപ്പോൾ ഇതുപോലെ നല്ല വേഗത്തിൽ നമ്മുടെ കടല നല്ലതായിട്ട് പൊട്ടി നന്നായിട്ട് കിട്ടും. നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കണ്ടോ, അപ്പോൾ നമ്മളുടെ തുരുമ്പ് പിടിച്ച പാത്രത്തിൽ നമുക്കിതുപോലെ നല്ല നല്ല കുക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വലിച്ചെറിയുന്നതിന് മുന്നേ തുരുമ്പിൻ്റെ അംശമൊക്കെ കാണുമ്പോൾ ചിലവർ കളയാറുണ്ട് പാത്രം. അപ്പോൾ കളയുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആകും നിങ്ങൾക്ക്. നമ്മളുടെ കടലയൊക്കെ ഇവിടെ നല്ല ഫ്രൈ ആയിട്ട് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടിപ്സും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് പറയാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഇതുപോലത്തെ സ്ക്രബ്ബർ ഉപയോഗിച്ചത് കഴുകാൻ പാടില്ല. ഈ സ്ക്രബ്ബറും ഈ ഇരുമ്പും കൂടി പ്രവർത്തിക്കുമ്പോൾ അത് വല്ലാതെ തുരുമ്പെടുക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഒരു കണ്ടൻറ്റ്, ഈ സ്ക്രബ്ബറിലുള്ള കണ്ടൻറ്റ്, ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഈ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഇരുമ്പ് ചീഞ്ചട്ടി നല്ല ക്ലിയർ ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലുള്ള ഇരുമ്പ് പാത്രങ്ങളും ചട്ടികളും കടായികളും ഒക്കെ നമുക്ക് നല്ല ശുദ്ധമായിട്ട് നല്ല വൃത്തിയാക്കി ഇതുപോലെ എടുക്കാം. അതുപോലെ തന്നെ അതിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ആരും മടിക്കരുതേ. പുതിയ പുതിയ വീഡിയോകളും പുതിയ പുതിയ റെസിപ്പികളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.